നമ്മൾ പണ്ട് തൊട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ. അപ്പം അതിൻ്റെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഓണ്ടർപ്രണറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ഉണ്ട്. അപ്പം അത് രണ്ടും ഞാൻ ഒരു എംപ്ലോയിയുടെ പ്രോസ്പെക്റ്റീവിൽ നമുക്ക് വർക്ക് സ്മാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ അവർ ടൈം കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യണം, പിന്നെ ഡെലിഗേറ്റ് ചെയ്യണം അവരുടെ വർക്ക്, പിന്നെ ഈ കിട്ടുന്ന വർക്ക് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എത്ര സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇൻകവും നമ്മുടെ ഫ്രീഡവും അത് രണ്ടും ടൈഡ് അപ്പ് വിത്ത് ദ പേ ചെക്ക്. എല്ലാവരും ഫാമിലി ടൈമും പിന്നെ പീസ് ഓഫ് മൈൻഡും ട്രേഡ് ചെയ്യുന്നത് പേ ചെക്കിന് വേണ്ടിയാണ്. എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യും, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അത് ആർക്ക് വേണ്ടിയാണ്? വേറൊരാൾക്ക് വേണ്ടി. ഒരു ഓണ്ടർപ്രണറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് സ്മാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് എ സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മളിപ്പം ഉറങ്ങാൻ കിടന്നാലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ടൈം ആണെങ്കിലും ഈ ബാക്ക് എൻഡിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ആയിക്കോളും. അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ ചിലപ്പം ഒരു 6 മാസം എടുക്കുമായിരിക്കും, ചിലപ്പോൾ 1 വർഷം എടുക്കുമായിരിക്കും ഇങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ തന്നെ. വൺസ് അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഫ്രീഡം കിട്ടും, പിന്നെ ഈവൻ ഒരു ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാനും പറ്റും. ഇതാണ് എക്സാക്ട്ലി നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. ബിക്കോസ് നമുക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി സിസ്റ്റം ഇൻബിൽറ്റ് ആണ്, അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. 90% ഓട്ടോമേറ്റഡ് ആണ്, 10% നമ്മൾ അതിൻ്റെ അകത്തെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മാത്രം മതി. അപ്പം നമുക്ക് സ്മാർട്ടായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് കൂടെ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ, ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല.